നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് CPM. ശബരിമല യുവതീ പ്രവേശന സമയത്തും സ്വർണ്ണക്കൊള്ള കേസിലും താൻ ചതിക്കപ്പെട്ടുവെന്ന പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു. ആത്മകഥയിൽ ചില ഉന്നതരുടെ പേരുകളെന്ന സൂചനകൾ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പത്മകുമാറിന് പാർട്ടി നടപടി നേരിടുന്ന ആളെന്നും മറുപടി നൽകേണ്ട കാര്യം തനിക്കില്ലെന്നും MV ഗോവിന്ദൻ. പകർച്ചവ്യാധി ആശങ്കയിൽ കേരളം. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി K മുരളീധരൻ കോഴിക്കോട്. ഇന്നലെ ഡെങ്കിപ്പനി ബാധിച്ചത് 85 പേർക്ക്. 2 ദിവസത്തിനിടെ 48 പേർക്ക് മഞ്ഞപ്പിത്തം. ഈ മാസം എലിപ്പനി റിപ്പോർട്ട് ചെയ്തത് 107 പേർക്ക്. കോഴിക്കോട് പയ്യോളിയിൽ 9 വയസ്സുകാരന് ഷിഗല്ല. നിപ പ്രതിരോധത്തിൽ ഏകോപനമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സ്ത്രീകൾക്കായുള്ള KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നാളെ മുതൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ CPM MLA-മാർ വിട്ടുനിൽക്കുമെന്ന് MV ഗോവിന്ദൻ. സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയത് ആളെ പറ്റിക്കലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. അമ്മമാരോടൊപ്പമുള്ള ആൺകുട്ടികൾക്കും സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് ജോസ് കെ മാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് പര്യടനത്തിന് തുടക്കം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഭാരത് ഇന്നവേറ്റ് സ്റ്റാർട്ടപ്പ് മേള ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ട്രംപുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇന്ന് ഒപ്പിടുമോ എന്നതിൽ അവ്യക്തത. വേൾഡ് കപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിന് സമനില തുടക്കം. കരുത്തരായ മൊറോക്കോയോട് 1-1 സമനില വഴങ്ങി. സ്വിറ്റ്സർലാൻഡിനെ സമനിലയിൽ കുരുക്കി ഖത്തർ. മലയാളി താരം തഹ്സീൻ ഇറങ്ങിയില്ല. സൂപ്പർ സൺഡേയിൽ ജർമ്മനി ഇന്ന് ക്യുറസോവയ്ക്കെതിരെ. പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാൻ പോരാട്ടം. വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ശബരിമല യുവതീ പ്രവേശന സമയത്തും സ്വർണ്ണക്കൊള്ള കേസിലും താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു. തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിലെ ഉന്നത നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തി പത്മകുമാർ ആത്മകഥ എഴുതുന്നതായാണ് വിവരം. തിങ്കളാഴ്ച ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടി ചർച്ച ചെയ്യാനിരിക്കെയാണ് ഈ നിർണായക നീക്കം. ഇടതു സർക്കാർ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് രഹസ്യ നീക്കം നടത്തിയ ദിവസം തന്നെയും ADGP S ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്ത് നിന്ന് മാറ്റിയെന്നാണ് പത്മകുമാറിന്റെ പ്രധാന വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും DGP ഓഫീസിൽ നിന്നും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകി തങ്ങളെ വിളിപ്പിക്കുകയായിരുന്നു. പുലർച്ചെ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലെത്തി TV ഓൺ ചെയ്തപ്പോഴാണ് യുവതികൾ മലകയറിയ വിവരം താൻ അറിയുന്നത്. ഇതിനു പിന്നിൽ ചില ഉന്നതരുടെ കരങ്ങളുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം തന്റെ ആത്മകഥയിൽ ഉണ്ടാകുമെന്നും പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും താൻ നിരപരാധിയാണെന്നാണ് പത്മകുമാർ അവകാശപ്പെടുന്നത്. കേസിലെ രജിസ്റ്ററിൽ ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത് മറ്റാരോ ആണ്. അതിൽ ഒപ്പിടാൻ താൻ നിർബന്ധിതനാവുകയായിരുന്നു. ഈ കൈപ്പടയെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പാർട്ടിയിൽ നിന്ന് കടുത്ത അച്ചടക്ക നടപടി ഒഴിവാക്കാനുള്ള പത്മകുമാറിന്റെ സമ്മർദ്ദ തന്ത്രമായാണ് ആത്മകഥാ പ്രഖ്യാപനമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. പലതും പുറത്തു വന്നാൽ ഉന്നതർ കുടുങ്ങുമെന്ന ഭയത്താൽ പ്രശ്നം ഒതുക്കി തീർക്കാനും ചില കോണുകളിൽ നിന്ന് ശ്രമമുണ്ട്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ തിങ്കളാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകുമെങ്കിലും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക പാർട്ടി സംസ്ഥാന കമ്മിറ്റിയായിരിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആത്മകഥയിൽ ചില ഉന്നതരുടെ പേരുകളെന്ന സൂചനകൾ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കാനുള്ള RSS ശ്രമത്തിന്റെ ഭാഗമെന്നും സെനറ്റിൽ 19 സംഘപരിവാർ അനുകൂല അംഗങ്ങളെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ഉണ്ട്. രജിത്ത്, ഇന്ന് പല വിഷയങ്ങളിലും പിണറായി വിജയൻ പ്രതികരിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് സർക്കാർ RSS നിലപാടുകൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതാണ്. മറ്റ് പല പ്ലീഡർ നിയമനത്തിലുൾപ്പെടെ പിണറായി വിജയൻ പ്രതികരിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്?
ഏറ്റവും പ്രധാനം നിപ്പ ഭീതി പകർന്നു പടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ അത് സംബന്ധിച്ചും ഒപ്പം തന്നെ ഈ നിലവിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ കൃത്യമായ മറുപടിയും അദ്ദേഹം നൽകുകയും ചെയ്തു. നിപ്പയെ രാഷ്ട്രീയ ആയുധമാക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സാധാരണ കഴിഞ്ഞ തവണത്തെ മുൻകാലങ്ങളിലെ സർക്കാരിനോട് പ്രതിപക്ഷം ചെയ്തതുപോലെ തങ്ങൾ ഇതിനെതിരെ വളരെ ശക്തമായി തിരിച്ചടിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ സാധാരണ രീതിയിലുള്ള ഒരു ഏകോപനം പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിൽ മന്ത്രി നിപ്പ മേഖലകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ അത്തരമൊരു പ്രതിരോധ പ്രവർത്തനങ്ങളെ ഏകോപനമൊന്നും ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഒരു സൂര്യനെല്ലിയിൽ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ നിലപാടിനെയും അദ്ദേഹം നിശിതമായി വിമർശിക്കുകയും ചെയ്തു. LDF സർക്കാരിന്റെ കാലത്ത് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. 21 ലക്ഷം രൂപ ആക്കണമെന്ന ആവശ്യമാണ് അന്ന് UDF ഉയർത്തിക്കൊണ്ട് വന്നത്. അതിനിപ്പോൾ സർക്കാർ തയ്യാറാണോ എന്ന കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒപ്പം സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളിൽ പരിഹാസപൂർവ്വമായ ഒരു നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. MG സർവകലാശാല വിഷയത്തിൽ VC-യുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാറിന്റെ അധ്യാപക സംഘടനാ നേതാവിനെയാണ് വൈസ് ചാൻസലറായി നിയമിച്ചത്. ഒപ്പം തന്നെ അവിടെ 19 പേരെ RSS സഹയാത്രികരായിട്ടുള്ള 19 പേരെ സെനറ്റ് അംഗങ്ങളായി നിയമിക്കുകയും ചെയ്തു. ഇതിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ UDF-ഉം കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ തയ്യാറായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ അത് ഗവർണറുടെ തീരുമാനങ്ങൾക്ക് ഒരു അംഗീകാരം നൽകുന്ന ഒരു രീതിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ അടക്കം മുൻ സർക്കാർ സമീപിച്ച കാലത്ത് പോലും ഇല്ലെങ്കിൽ ഭരണ ഭേദഗതി അടക്കം ചെയ്യുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ അന്ന് UDF സ്വീകരിച്ച നിലപാടിനെ അദ്ദേഹം നിശിതമായി വിമർശിക്കുകയും ചെയ്തു. അതിനെ പിന്താങ്ങാൻ അന്ന് സർക്കാർ തയ്യാറായിരുന്നില്ല, UDF തയ്യാറായില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS പിടിമുറുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം നടന്ന RSS-ന്റെ സമ്മേളനത്തിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെ കാണേണ്ടത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്വർണ്ണക്കൊള്ള കേസിനെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമാണോ സർക്കാർ നടത്തുന്നത് എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രതികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ആളെ തന്നെ ലീഡറായി നിയമിച്ച കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനുള്ളിൽ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷം കൃത്യമായി മറുപടി നൽകേണ്ട എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി എന്നതാണ് ഏറ്റവും പ്രധാനം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ സർക്കാർ സ്വീകരിച്ച അതേ നിലപാടുകൾ ഇപ്പോഴത്തെ സർക്കാരിനും സ്വീകരിക്കാൻ കഴിയും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ബിനോയ് വിശ്വത്തിനും അദ്ദേഹം കൃത്യമായി മറുപടി നൽകി എന്നതാണ് കഴിഞ്ഞ സർക്കാരിന്റെ സമീപകാലത്തുണ്ടായ വിവിധ വിഷയങ്ങളിൽ വിശദമായ പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയത്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. പത്മകുമാറിന് മറുപടി പറയേണ്ട കാര്യം തനിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി നേരിടുന്ന ആളാണ് പത്മകുമാർ എന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടനാ നടപടി കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അക്കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. പത്മകുമാർ എന്താണോ പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയേണ്ടിയില്ല. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിക്കും എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോലെ മാധ്യമങ്ങളോട് തന്നെ വിശദീകരിച്ച കാര്യമാണ്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം തന്നെ പറയട്ടെ. കോഴിക്കോട് കലക്ട്രേറ്റിൽ നിപ്പ അവലോകന യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ജില്ലാ കളക്ടർ DMO ഉൾപ്പെടെയുള്ളവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. അവലോകന യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശനം നടത്തും. പകർച്ചവ്യാധി ആശങ്കയിൽ കേരളം. ഇന്നലെ ഡെങ്കിപ്പനി ബാധിച്ചത് 85 പേർക്കാണ്. 2 ദിവസത്തിനിടെ 48 പേർക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായി. ഈ മാസം മാത്രം എലിപ്പനി റിപ്പോർട്ട് ചെയ്തത് 107 പേർക്കാണ്.
മഴ ശക്തമായതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും പടരുന്നത്. വൈറൽ പനി ബാധിച്ച് ആയിരങ്ങളാണ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. ഇതിനിടെയാണ് പനികളിൽ ഗുരുതരമായ ഡെങ്കിപ്പനിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നത്. ഇന്നലെ 85 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഈ മാസം 758 പേർക്ക് പനി ബാധിച്ചപ്പോൾ 3 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിക്കുകയും ചെയ്തു. 8 പേർക്ക് ഇന്നലെ എലിപ്പനി റിപ്പോർട്ട് ചെയ്തപ്പോൾ 107 പേർക്ക് ഈ മാസം ഇതുവരെ രോഗം സ്ഥിരീകരിക്കുകയും 2 പേരുടെ മരണത്തിനും കാരണമായിട്ടുണ്ട്. മലിനജലത്തിലൂടെയുള്ള മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. 2 ദിവസത്തിനിടെ 48 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഈ മാസം 15-നകം 313 പേർ മഞ്ഞപ്പിത്ത ബാധിതരാവുകയും 2 പേർ മരിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ കോളറയുടെ ലക്ഷണങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ആരോഗ്യവകുപ്പ് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. ഷിഗല്ലയുടെയും നിപ്പയുടെയും കേസുകൾ വർദ്ധിക്കുന്നതിനിടെ മറ്റ് പകർച്ചവ്യാധികൾ തടയാനും ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജാഗരൂകരാകണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പയ്യോളി തറയൂർ പഞ്ചായത്തിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിലെ 13-ാം വാർഡ് കീരങ്കയിലാണ് രോഗബാധ. 9 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ തുടരുന്ന ഒരു കുട്ടിയുടെ ബന്ധുവിനാണ് പുതുതായി രോഗം കണ്ടെത്തിയത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തവരുടെ എണ്ണം 13ആയി. നിപ്പയ്ക്കായി മരുന്നുകൾ എത്തിക്കുന്നതിൽ സർക്കാരിന് വേണ്ട ജാഗ്രതയുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല വ്യാപനത്തിൽ ആരോഗ്യ പ്രവർത്തകർ ജാഗ്രത പാലിക്കണം. മുൻ സർക്കാരിന്റെ കാലത്ത് പേമാരിയും പനിയും പടരുമ്പോൾ ശാപവാക്കുകൾ പറഞ്ഞ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെ പോലെയല്ല തങ്ങൾ ഇതിനെ കാണുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നിപ്പ രോഗം സ്ഥിരീകരിച്ചിട്ട് 4 ദിവസങ്ങളായി. നിപ്പ വൈറസിന്റെ വ്യാപനം തടയാനുള്ള ഏകോപനം ആ രീതിയിലുണ്ടാകുന്നില്ല. അപ്പോൾ ഏകോപനമില്ലായ്മ ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണുള്ളത്. ഇത് ഇന്നലെ കോഴിക്കോട് വെച്ച് മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് ശരിയായ രീതിയിലല്ല. പക്ഷേ ഇക്കാര്യത്തിൽ നിപ്പയുടെ അതീവ ഗൗരവമായ സാഹചര്യം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഇവിടെ വലിയ തോതിൽ ആക്ഷേപത്തിനിടയാക്കിയ DHSനെ മാറ്റുന്ന നടപടിയുണ്ടായത്. ഇതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി നേതൃത്വം കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാളെ ഇത്തരമൊരു ഘട്ടത്തിൽ മാറ്റുക എന്നത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. KSRTC സൗജന്യ യാത്ര പ്രിയദർശിനി പദ്ധതിക്കായുള്ള ബസ്സുകൾ തയ്യാറായി. തിരുവനന്തപുരം നഗരത്തിൽ ഓർഡിനറി സർവീസ് ഓപ്പറേറ്റിംഗ് കേന്ദ്രമായ കിഴക്കേക്കോട്ട ഡിപ്പോയിൽ ബസ്സുകളിലെ സ്റ്റിക്കറിംഗ് അടക്കം പൂർത്തിയായി. തിങ്കളാഴ്ച രാവിലെ 8:30 പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ തുടങ്ങുന്ന സ്ത്രീ സൗജന്യ KSRTC യാത്രയുടെ ബസ്സുകൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എല്ലാ ബസ്സുകളിലും തന്നെ സ്റ്റിക്കറുകൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഓർഡിനറി ബസ്സുകളിലും ഈ സ്റ്റിക്കറുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 3125ഓളം സർവീസുകളാണ് സംസ്ഥാനത്ത് ആകെ ഓർഡിനറി ബസ്സുകളിൽ നടക്കുന്നത്. ആ ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ആ ബസ്സുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സ്റ്റിക്കറുകൾ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപനമായിട്ട് നമുക്കറിയാം. സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം അത് അവർ നാളെ മുതൽ തന്നെ നടപ്പാക്കുന്നു എന്നതാണ്. രാവിലെ 8:30 മുതലാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ യാത്ര ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ KSRTC സ്റ്റേഷനിൽ നടക്കുന്ന പരിപാടിയാണ് നാളെ രാവിലെ മുഖ്യമന്ത്രി ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം
നിർവഹിക്കുകയും ചെയ്യും. സെൻട്രൽ ബസ് സ്റ്റേഷനിൽ വനിതാ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഏകദേശം 20ഓളം VIP-മാർ മുഖ്യമന്ത്രിക്കൊപ്പം നാളെ ബസ്സിൽ യാത്ര ചെയ്യുകയും ചെയ്യും. അത് തമ്പാനിൽ നിന്നും സെക്രട്ടേറിയറ്റ് വരെ യാത്ര ചെയ്തുകൊണ്ടാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നാളെ രാവിലെ 8:30 മുതൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്ന പദ്ധതിയാണ് ഉള്ളത്. BJP-യിലേക്കുള്ള ക്ഷണം കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണെന്ന് ജോസ് കെ മാണി. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും കേരള കോൺഗ്രസ് എന്നും കർഷകർക്കൊപ്പമാണ്. ആരോഗ്യമേഖലയിൽ കൂടുതൽ ജാഗ്രതയോടെ സർക്കാർ ഇടപെടണം. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ആൺകുട്ടികൾക്കും ലഭ്യമാക്കണമെന്നും ജോസ് കെ മാണി പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുള്ള, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് ചില നേതാക്കന്മാർ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ദേശീയ പാർട്ടികളും നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അതിലുള്ള സന്തോഷമുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ തലത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ജോസ് കെ മാണി. കഴിഞ്ഞ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അക്രമകാരികളായ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലെത്തിയാൽ അവയെ വെടിവെച്ചു കൊല്ലണം എന്നതാണ് നിലപാട്. ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് മനുഷ്യരല്ലേ എന്നും ജോസ് കെ മാണി ചോദിച്ചു. നമ്മൾ കേരള സമൂഹത്തിൽ കർഷകർ നേരിടുന്ന, നമ്മുടെ ജനങ്ങൾ നേരിടുന്ന, സാധാരണക്കാരായ ആളുകൾ നേരിടുന്ന വലിയൊരു ദുരന്തമാണ്. അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ മരിക്കുന്നത് മനുഷ്യരല്ലേ? നമുക്ക് അവിടെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെയോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയോ ഒന്നും അവിടെ കാണാൻ പോലും കഴിയുന്നില്ല. ഇത് കേരളത്തിലെ VC-മാർ സംഘപരിവാർ വേദിയിലെത്തിയത് ഗൗരവമുള്ള പ്രശ്നമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSS 100ാം വാർഷികത്തിൽ സംഘാടകരെ പോലെ പ്രവർത്തിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതിന് മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. RSSന്റെ പ്രവർത്തകരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണല്ലോ അല്ലേ VC-മാർ, വൈസ് ചാൻസലർമാർ. ആ വൈസ് ചാൻസലർമാർ ഇന്നലെ RSSന്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ സംഘാടകരെ പോലെ പ്രവർത്തിച്ച 3 വൈസ് ചാൻസലർമാർ വഴിയുണ്ട്. ഈ 3 പേരും RSS പ്രവർത്തകരെ പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അതിഗൗരവതരമായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ UDF-ഉം ഇവരെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. കോൺഗ്രസ് ഭരണം തുടങ്ങി 1 മാസത്തിനുള്ളിൽ 2 രാജിയുണ്ടായെന്നും ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണ് ബെന്നി രാജിവെച്ചതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മന്ത്രി നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമെന്നും സ്വജന പക്ഷപാതമാണ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതിയുടെ വക്കീലായി BJP സഹചാരിയായ ആളെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയത് അതീവ ഗൗരവമാണ്. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന ഫയലെല്ലാം കണ്ട ആളാണ്. രാജിവെച്ചതുകൊണ്ട് കാര്യമില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഈ 1 മാസം ആയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ 1 മാസത്തിനിടയിൽ 2 ആൾ രാജിവെച്ചത്. 1 മാസത്തിന് മുമ്പ് 2 പേര് ഇങ്ങനെ രാജിവെച്ച് പോയ ഏതെങ്കിലും അനുഭവം നമ്മുടെ മുമ്പിലുണ്ടോ? അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ക്രിയാത്മകമായ വിമർശനം മാത്രമാണ്, അല്ലാതെ നശീകരണ വിമർശനമല്ല. അവർ ചെയ്തതുപോലെ UDF ചെയ്തതുപോലുള്ള നിലപാടിലേക്ക് ഞങ്ങളില്ല. ഞങ്ങളതിനെ ആരോഗ്യകരമായ രീതിയിലുള്ള വിമർശനമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താൻ രാജ്യത്ത് പ്രത്യേക നിയമം വന്നേക്കും. ഇക്കാര്യം പഠിച്ച് ശുപാർശ നൽകാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിക്ക് നിർദ്ദേശം നൽകി. അതിർത്തി മേഖലകളിലെ ജനസംഖ്യാ മാറ്റം സൂക്ഷ്മമായി പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജനസംഖ്യാ പാറ്റേണിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഉന്നതതല സമിതിക്ക് നിർദ്ദേശം നൽകി. സമിതി അംഗങ്ങൾ അതിർത്തി പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച് പരിശോധന നടത്തണം. രാജ്യത്തേക്ക് നിയമവിരുദ്ധമായി കുടിയേറിയവരെ കണ്ടെത്താനും തടങ്കലിലാക്കി നാടുകടത്താനും പ്രത്യേക നിയമത്തിന്റെ സാധ്യത പരിശോധിച്ച് ശുപാർശ ചെയ്യാൻ സമിതിയോട് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ശുപാർശയ്ക്കനുസരിച്ച് പുതിയ നിയമ നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ
അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അനധികൃത കുടിയേറ്റം കാരണമുണ്ടാകുന്ന ജനസംഖ്യാ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാര നടപടികൾ ശുപാർശ ചെയ്യാനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സമിതി രൂപീകരിച്ചത്. റിട്ടയർഡ് ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ സമിതിയിൽ സെൻസസ് കമ്മീഷണർ, മുൻ IAS, IPS ഉദ്യോഗസ്ഥരും അംഗങ്ങളാണ്. അനധികൃത കുടിയേറ്റത്തെ തുടർന്നുള്ള സാമ്പത്തിക ഇടപാടുകൾ, സാമൂഹിക പരിസ്ഥിതി ഘടനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും സമിതി വിലയിരുത്തും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. ഇന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. 114 റഫേൽ യുദ്ധവിമാനങ്ങളുടെ കരാറിലും ഒപ്പിട്ടേക്കും. തുടർന്ന് ഇരു നേതാക്കളും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. 16-ന് വീണ്ടും ഫ്രാൻസിലെത്തുന്ന പ്രധാനമന്ത്രി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മധ്യസ്ഥരായ പാകിസ്ഥാനും അറിയിച്ചു. ഇരുപക്ഷവും തമ്മിൽ കരാറിനെക്കുറിച്ച് ധാരണയിലെത്തിയതായും ഒപ്പുവയ്ക്കലിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. കരാർ ഒപ്പുവയ്ക്കുന്നതോടൊപ്പം ഇറാൻ ഉപരോധിച്ചിരിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഉടനടി തുറന്നു നൽകുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. കരാർ ഒപ്പുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും പാകിസ്ഥാനും പ്രഖ്യാപിച്ച സമയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വിസമ്മതിച്ചു. വരും ദിവസങ്ങളിൽ കരാർ ഒപ്പിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെങ്കിലും അത് തൊട്ടടുത്ത ദിവസം തന്നെ സംഭവിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായ് വ്യക്തമാക്കി. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ അമേരിക്ക വിട്ടുകൊടുക്കുമെന്നും ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുമേലുള്ള ഉപരോധങ്ങൾ നീക്കുമെന്നുമാണ് സൂചന. എന്നാൽ ഈ കരാറിൽ തങ്ങൾ പങ്കാളികളാകില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 വർഷത്തിനു ശേഷം അധികാരമേറ്റ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ ഒരു പുതുയുഗ പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് ജനക്ഷേമവും വികസനവും മുഖമുദ്രയാക്കുന്ന ബജറ്റാണ് തയ്യാറാക്കേണ്ടത്. കടം കയറിയ ഖജനാവിൽ നിന്നുകൊണ്ട് സാമ്പത്തിക സ്രോതസ്സിന്റെ വിസ്മയങ്ങൾ തീർക്കുക എന്നത് തന്നെയാണ് ധനമന്ത്രിയായ മുഖ്യമന്ത്രിക്ക് മുന്നിലെ വെല്ലുവിളി. സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായ VD സതീശന് ആദ്യ അംഗത്തിൽ കാര്യക്ഷമതയോടെയും ദീർഘവീക്ഷണത്തോടെയുമുള്ള ബജറ്റ് അവതരിപ്പിച്ചേ മതിയാകൂ. 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുന്ന UDF മുഖ്യമന്ത്രിക്ക് മേലുള്ളത് പ്രതീക്ഷയുടെ അമിതഭാരവും കടത്താൽ നട്ടം തിരിയുന്ന ധനവകുപ്പുമാണ്. ഇവിടെ നിന്നുകൊണ്ട് വേണം മുഖ്യമന്ത്രിക്ക് സദ്ഭരണവും സഹാനുഭൂതിയും പ്രമേയമാക്കിയുള്ള തന്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ നിന്ന് തന്നെയാണ് ആദ്യം തുടങ്ങേണ്ടത്. പ്രധാന ആകർഷണമായ KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യയാത്രയും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായവും നടപ്പാക്കാൻ പണം കണ്ടെത്തിയേ മതിയാകൂ. ഇതിനു പുറമെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ 3000-ആയി ഉയർത്തുമോ എന്ന ചോദ്യവും. ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച സർക്കാരിന്റെ ബജറ്റ് കൂടിയാകുമ്പോൾ വയോജനക്ഷേമത്തിനും കൈത്താങ്ങുണ്ടാകണം. ഇതിനു പുറമെ സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന വിവിധ വകുപ്പുകളിൽ കരുതലുണ്ടാകണം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അതിവേഗത്തിൽ നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ സർക്കാർ എന്ന പ്രതിച്ഛായ നിലനിർത്തണമെങ്കിൽ ഇതൊക്കെ ബജറ്റിൽ പ്രതിഫലിച്ചേ മതിയാകൂ. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് പരമാവധി ഊന്നൽ നൽകിയ ശേഷം വികസന പദ്ധതികളിലേക്ക് കടക്കണം. ഇവിടെയും വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ശ്രമമുണ്ടാകണം. വൻകിട വികസന പദ്ധതികൾ തൽക്കാലം ആദ്യ ബജറ്റിൽ ഇടം പിടിക്കുമെന്ന് കരുതാനാകില്ല. സാമ്പത്തിക സ്ഥിതി അത്രമേൽ പ്രതികൂലമാണ്. പക്ഷേ കേരളത്തെ വികസന പാതയിലേക്ക് നയിക്കുന്ന സർക്കാരാണ് എന്ന ബോധ്യം ബജറ്റിൽ കാണിച്ചേ മതിയാകൂ. സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ഊന്നൽ നൽകുന്ന പദ്ധതികളുണ്ടാകും. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, IT, വ്യാവസായിക മേഖലകൾക്കും കൈത്താങ്ങുണ്ടാകണം. ഇനി അറിയേണ്ടത് ഇതിനായുള്ള സാമ്പത്തിക സ്രോതസ് എങ്ങനെ കണ്ടെത്തുമെന്നതാണ്. ഇന്ധന വിലവർധനയുടെ പശ്ചാത്തലത്തിൽ നികുതി പരിഷ്കാരങ്ങൾ ഉണ്ടാകുമോ? ജനങ്ങളുടെ മേൽ അമിത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം തൽക്കാലം ആദ്യ ബജറ്റിൽ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം കണ്ടെത്താൻ LDF സർക്കാർ കിഫ്ബി എന്ന തന്ത്രമാണ് പ്രയോഗിച്ചതെങ്കിൽ UDF സർക്കാർ ആവിഷ്കരിക്കുന്ന ബദൽ മാർഗത്തിലും ആകാംക്ഷയുണ്ട്. ഇവിടെയാണ് VD സതീശൻ എന്ന സാമ്പത്തിക വിദഗ്ധന്റെ വിസ്മയ ബജറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന മാജിക്കുകൾ എന്താകുമെന്ന കൗതുകം. പക്ഷേ മുഖ്യമന്ത്രി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഫിഫ ലോകകപ്പിൽ കരുത്തരായ ബ്രസീലിനെ സമനിലയിൽ തളച്ചു മൊറോക്കോ. ആവേശോജ്വല മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സൈബാരിയിലൂടെ മൊറോക്കോ മുന്നിലെത്തി. 32-ാം മിനിറ്റിൽ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ സമനില ഗോൾ നേടി. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ ഇരു ടീമുകൾക്കും വിജയ ഗോൾ നേടാൻ നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഗോൾ കീപ്പർമാരുടെ മികവ് മത്സരം സമനിലയിലാക്കി. ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരവും സമനിലയിലാണ് അവസാനിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബ്രിൽ എബോളയുടെ പെനൽറ്റി ഗോളിലൂടെയാണ് സ്വിറ്റ്സർലൻഡ് ഗോൾ നേടിയത്. ഇഞ്ചുറി ടൈമിൽ ബൗലേം ഖൗഗിയാണ് ഖത്തറിന്റെ സമനില ഗോൾ നേടിയത്. മത്സരത്തിൽ ഖത്തറിന്റെ മലയാളി താരം തഹ്സിൻ മുഹമ്മദ് കളിക്കാൻ ഇറങ്ങിയില്ല. ജർമ്മനി ഇന്ന് കുറസാവോയെ നേരിടും. ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരത്തിൽ സ്കോട്ട്ലൻഡിനാണ് ജയം. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്കോട്ട്ലൻഡ് ജയിച്ചത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെ നേരിടും. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.